ഹായ് നമസ്കാരം. ഡ്രീം ഫോർ ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ 2024 മോഡൽ സ്വിഫ്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. സ്വിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ജനപ്രിയമായൊരു മോഡൽ തന്നെയാണ്. 2005 കമ്പനി ആദ്യമായിട്ട് സ്വിഫ്റ്റിനെ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ളത് 5ാമത്തെ ജനറേഷനാണ്. ഇതിനകത്ത് കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിസൈൻ വൈസ് വരുവാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്വിഫ്റ്റിൽ നിന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഏകദേശം ആ ഒരു ഹാച്ച് ബാഗിൻ്റേതായ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായ ഒരു കുറച്ച് ഫീച്ചേഴ്സിൻ്റെ ഹെഡ് ലാമ്പും കാര്യങ്ങളിലും വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസാണ്. അത് ഒരു സ്മോക്ക്ഡ് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതൊരു ബൂമറാൻ ഡേ ടൈം റണ്ണിങ് ലാമ്പ് നൽകിയിട്ടുണ്ട്. അതും ഈ പുതിയ മോഡലിനെ മനോഹരമാക്കുന്നു. പിന്നെ നമുക്ക് ഇവിടോട്ട് ബോണറ്റിൻ്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ബോണറ്റ് ഇവിടെ പാർഷ്യലി തുറക്കുന്ന രീതിയിലാണ്. നേരത്തെ ഫുള്ളി ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ലോഗോയും കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും രസമായിട്ടുണ്ട്. താഴേക്ക് വരുവാണെങ്കിൽ വലിയൊരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. അതും കുറച്ചുകൂടെ സ്പോർട്ടി ലുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വരാം. ഫോഗ് ലാമ്പ് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റ് ഫോഗ് ലാമ്പ് വരാം, അല്ലെങ്കിൽ നമുക്ക് അക്സസറി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് ക്ലാഡിങ്ങും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ എഞ്ചിൻ റൂം എന്ന് പറയുന്നത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് 1.2 ലിറ്റർ എഞ്ചിനാണ്. ഇത് പുതിയ വാഹനം വരുമ്പോഴത്തേനും അത് 3 സിലിണ്ടറാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്കതിൻ്റെ 3 സിലിണ്ടറുടെ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ സ്മൂത്താണ് വണ്ടി ഓടിക്കാനും കാര്യങ്ങളും എല്ലാം. ഇതിനകത്ത് ഫ്യൂവൽ എഫിഷ്യൻസി കൂടെ കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ പവർ വരുന്നത് 81 PS പവറാണ്. അത് 6000 RPM തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോർക്കും കാര്യങ്ങളും വരുന്നത് 117 Nm ആണ് വരുന്നത്. 4500 RPM തന്നെ അത് ലഭിക്കുന്നുണ്ട്. അപ്പം പവറിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു ഫിഗറിൻ്റെ മാറ്റമേ വന്നിട്ടുള്ള ആ ഒരു 4 സിലിണ്ടറിൽ നിന്നും 3 സിലിണ്ടറിലോട്ട് ആയപ്പോൾ അത് മൈലേജ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുമുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണാം. ബോണറ്റിൻ്റെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം കട്ടി കൂടിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ തള്ളുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഒരു അകത്തോട്ട് പോകുന്നൊരു ഫീലായിരുന്നു. പക്ഷേ ഇപ്പം പുതിയ സ്വിഫ്റ്റിന് വന്നിട്ട് അത് കുറച്ചുകൂടെ ബോഡി ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി നമുക്ക് കൂടിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ക്രാഷ് ടെസ്റ്റിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും മാരുതി അവകാശപ്പെടുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വാഹനത്തിന് അത്യാവശ്യം ബോഡി ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു. സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ അലോയ് വീലാണ് വരുന്നത്. 16 ഇഞ്ച് അലോയ് വീലാണ്. പ്രിസിഷൻ കട്ട് അലോയ് വീൽ എന്നാണ് കമ്പനി ഇതിനെ അവകാശപ്പെടുന്നത്. പിന്നെ നമുക്കിവിടെ കുറച്ച് പവർ ലൈനുകളും കാര്യങ്ങളും എല്ലാം സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവരും ഈ ഒരു ഡിസൈനെ അത് മനോഹരമാക്കുന്നുണ്ട്. പിന്നെ ഇവിടെയിട്ട് ബാക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് നേരത്തെ ഉള്ള സ്വിഫ്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടി ഇവിടോട്ടൊരു തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ കൊടുത്തത്. ടെയിൽ ലാമ്പിലോട്ട് ഇറങ്ങി വന്ന രീതിയിൽ അതും മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. സി പില്ലറി വന്നിട്ട് ഡോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് വൈഡായിട്ട് തന്നെ തുറക്കാൻ പറ്റുന്നുണ്ട്. ഒരു 90 ഡിഗ്രിയോളം നമുക്ക് തുറക്കാൻ പറ്റുന്നുണ്ട്. കയറാനും ഇറങ്ങാനും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. ബാക്കിലാണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ ഡോർ പാഡിലോട്ട് വരുവാണെങ്കിൽ ബോട്ടിൽ ഹോൾഡർ, ഇവിടെ വന്നിട്ട് പവർ സ്വിച്ച് വരുന്നുണ്ട്. വിൻഡോയുടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട് നേരത്തെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് എടുത്ത് നിൽക്കുന്ന ഘടകം. ഇത് വരുന്നത് നമുക്ക് LED ടെയിൽ ലാമ്പാണ്. അതും പല പല സ്ലോട്ടുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതും മനോഹരമായിട്ടുണ്ട്. പിന്നെ താഴേക്ക് ഒരു നോർമലി ഉള്ള സ്വിഫ്റ്റിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഇതിന് തൊട്ട് മുമ്പുള്ള വേരിയൻറ്റിനെക്കാട്ടും കുറച്ചുകൂടെ നമുക്ക് ആ ബോഡി ക്വാളിറ്റി കാണാൻ പറ്റും. ഇവിടെ പവർ ലൈനും കാര്യങ്ങളൊക്കെ നേരത്തെ ഒരു ബൈക്കൊക്കെ നോക്കുമ്പോൾ അത്ര ഒരു കട്ടിയില്ലാത്ത രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വൈപ്പറും ഡീഫോഗറും ഒക്കെ വരുന്നുണ്ട്. പിന്നെ താഴെ സെൻസർ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് മോഡലിൽ മാത്രം ബാക്കി റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അതൊക്കെ നമുക്കിപ്പോൾ അക്സസറി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഡിക്കി തുറക്കണമെങ്കിൽ വണ്ടി അൺലോക്ക് ആണെങ്കിൽ ഇവിടെയാണ് ബട്ടൺ വരുന്നത്. അകത്ത് പോയി ബട്ടൺ ഓൺ ആക്കേണ്ട. ഇവിടെ ബട്ടൺ ഉണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി വരുന്നതാണ്. അതൊരു പുതിയ ഫീച്ചറാണ് കമ്പനി കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു പാർസൽ ട്രെയിൻ കാര്യങ്ങളൊക്കെ കാണാം. നേരത്തെ ആ സ്വിഫ്റ്റിൻ്റെ അതേ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ്. ബാക്കി നമുക്ക് കുറച്ച് ഫീച്ചറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി ഡിക്കി അടയ്ക്കുമ്പോൾ സൗണ്ട് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫ്യൂൽ ടാങ്കും കാര്യങ്ങളും പഴയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 40 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു കോർണർ ഗ്ലാസ് കൂടെ നൽകിയിട്ടുണ്ട്. അതും ബാക്കിലിരിക്കുന്നവർ കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പഴയ രീതിയിൽ തന്നെ സ്വിഫ്റ്റിൻ്റെ ആ ഒരു കുറച്ച് ബ്ലാക്ക് ഫിനിഷൊക്കെ പില്ലറും സി പില്ലറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവർവ്യൂവിൽ തന്നെ നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതേ ഒരു മാരുതി സ്വിഫ്റ്റ് ഇറങ്ങിയ ടൈമിൽ തൊട്ട് തന്നെ സ്വിഫ്റ്റാണെന്ന് തോന്നുന്നത് ആദ്യമേ കമ്പനി ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത്. അതുപോലെ സ്വിഫ്റ്റ് നമുക്കറിയാം ജനപ്രിയമാകാനുള്ളത് ഇറങ്ങിയ ടൈമിൽ തന്നെ ഇത് ഒരുപാട് ഫീച്ചേഴ്സാണ് കൊണ്ടുവരുന്നത്. ഇൻറ്റീരിയർ വൈസ് ആണെങ്കിലും നമുക്കറിയാം 2012-13 ടൈമിൽ ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റ്, അത് മാരുതിയുടെ കിസാഷി എന്ന് പറയുന്ന മോഡലിൻ്റെ
അതേ രീതിയിലുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ആയിരുന്നു കമ്പനി അന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അപ്പം കാലികമായ മാറ്റങ്ങൾ ഇപ്പോൾ വരുന്ന സ്വിഫ്റ്റിനും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഓരോ മോഡൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ മനോഹരമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ അകത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഏറ്റവും പുതിയ സ്വിഫ്റ്റിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ്. ഇത് ഇരുന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു സ്വിഫ്റ്റിൻ്റെ മാരുതിയുടെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയുടെ എല്ലാം മൊത്തത്തിൽ എല്ലാം ഇതുപോലെ ഏകദേശം ഇതേ രീതിയിലാണ് ഇൻറ്റീരിയറും കാര്യങ്ങളും എല്ലാം വരുന്നത്. പാനലുകളും കാര്യങ്ങളും ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും എല്ലാം ഏകദേശം ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ സ്വിഫ്റ്റിന് കുറച്ചുകൂടെ അത് സ്പോർട്ടി രീതി നൽകിയിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്കൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു ബ്ലാക്ക് ഫിനിഷ്, സ്വിഫ്റ്റ് ഇറങ്ങിയ ടൈമിൽ തൊട്ടേ ഇൻറ്റീരിയർ എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷാണ്. അത് തന്നെയാണ് ജനപ്രിയമാക്കിയത് അതിനെ. അപ്പോൾ ഇപ്പോൾ വരുന്ന സ്വിഫ്റ്റിനും അത്തരത്തിൽ തന്നെയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം ഇവിടെ. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് കാണാം. ഇവിടെയായിട്ടാണ് നമുക്ക് ഡിക്കി ഓപ്പണും ഫ്യൂൽ ടാങ്ക് ഓപ്പണിൻ്റെ സ്വിച്ച് വരുന്നത്. ഡ്രൈവിംഗ് സീറ്റിൻ്റെ എടുത്തു പറയേണ്ടതായിട്ട് കാര്യം ഈ ഒരു സപ്പോർട്ടാണ്. രണ്ട് സൈഡിൽ നിന്ന് ഒരു ഹഗ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണ് നമ്മൾ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കുഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. രണ്ട് സീറ്റും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. അത്യാവശ്യം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വാർണിംഗ് ലാമ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നോർമലി കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. മാരുതിയുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പല കൺട്രോളുകൾ നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്, AC വരുന്നുണ്ട്. അതുപോലെ ബാക്കി കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. റോട്ടറി സ്വിച്ചും കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് വയർലെസ് ചാർജിങ് ഫീച്ചർ കൂടി ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. വയർലെസ് ചാർജർ ഇവിടെ ഫോൺ വെച്ചാൽ മതി. പിന്നെ USB പോർട്ട് ഇവിടെ അഡീഷണലി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റും നൽകിയിട്ടുണ്ട്. പിന്നെ നോർമലി ഉള്ള മാനുവൽ ഗിയർ ബോക്സ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു 5 ഗിയർ സെറ്റപ്പ് തന്നെയാണ്. 5 ഗിയർ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. AMD ആണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത്. പവർ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് വന്നിട്ട് മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പവർ വിൻഡോസ് വരുന്നുണ്ട്. പവർ വിൻഡോ ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ഫിനിഷും ഒരു സിൽവർ ഫിനിഷും ക്രോം ഫിനിഷും ഒക്കെ കൊടുത്ത് അത് മനോഹരമായിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് 8 സ്പീക്കറിൻ്റെ ഒരു അടിപൊളി ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നമുക്ക് കാണാം ഇവിടെ ഡോറിൻ്റെ താഴെയുണ്ട്. ഇവിടെ ടോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി ഫീലാണ് അകത്തിരിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. ഈ സ്പേസ് മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ അവർ കമ്പനി അത് പുതിയ മോഡലിൽ അത് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാൻ കഴിയും. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് AC ഇവൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റിന് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ അത് ഇല്ലായിരുന്നു. ആദ്യ ടൈമിലൊക്കെ അതൊരു പോരായ്മയായിരുന്നു. ഇപ്പോൾ അതും പരിഹരിച്ച് നമുക്ക് ബാക്കിലേക്ക് ഉള്ളവർക്ക് AC ഇവൻറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലില്ലായിരുന്ന പോലും മുമ്പുള്ള വേരിയൻറ്റ് നല്ല കൂളിംഗ് ബാക്കിലായിട്ട് ഉണ്ടായിരുന്നതാനും. അപ്പോൾ ഇപ്പം ബാക്കിലോട്ടുകൂടെ ആയപ്പം കുറച്ചുകൂടെ നമുക്ക് കൂളിംഗ് കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുമുണ്ട്. പിന്നെ വന്നിട്ട് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സീറ്റിന്. നേരത്തെ ഉണ്ടായിരുന്നതിന് തൊട്ടുമുമ്പുള്ള വേരിയൻറ്റിൽ ഇത്രയും സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതും നമുക്ക് ലോങ് യാത്രയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് കമ്പനി വീണ്ടും അത് ഫീച്ചറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും ഒരു സെഗ്മെൻറ്റിൽ. പിന്നെ ബാക്കിൽ 2 ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നോർമലി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ റൈഡിങ് കംഫർട്ടാണ്, അങ്ങേയറ്റം സ്മൂത്താണ്. സ്റ്റിയറിംഗ് ഒക്കെ വളരെ അനായാസമായിട്ട് നമുക്ക് ഓടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങേയറ്റം സ്മൂത്താണ് വണ്ടി. ഗിയറൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഗിയർ നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിനെക്കാട്ടിലും വളരെ സ്മൂത്താണ് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ. സ്റ്റിയറിംഗ് എടുത്ത് പറയേണ്ടത് നല്ല അനായാസം തിരിക്കാണ്ട് പറ്റുന്നുണ്ട്, നല്ല സ്മൂത്താണ്. പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ എടുത്ത് പറയേണ്ട, ഈ പുതിയ വേരിയൻറ്റ് വന്നേക്കുന്നത് സസ്പെൻഷൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സസ്പെൻഷൻ ഇതിന് തൊട്ട് മുമ്പുള്ള വേരിയൻറ്റിൽ അത്യാവശ്യം അത്ര പോരാന്നൊരു അഭിപ്രായമാണ് എനിക്ക്. കാരണം അത് അത്ര ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അത്ര
ആ ഒരു വിലയുടെ ഉള്ള രീതിയിലുള്ള സസ്പെൻഷൻ അല്ല. പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്നത് പൂർണ്ണമായും മാറ്റം വരുത്തിയിട്ടുള്ള സസ്പെൻഷനാണ്. അങ്ങേയറ്റം സ്മൂത്താണ്. നമുക്കിപ്പോൾ ചെറിയ കുഴികളൊക്കെ ചാടി ഇറങ്ങുമ്പോൾ അത് അറിയാൻ പോലുമില്ല, ആ ഒരു സൗണ്ട് പോലും കേൾക്കില്ല. അത്തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സൗണ്ടും കാര്യങ്ങളും ഉള്ളിലോട്ട് ലഭിക്കുന്നുമില്ല. ഒരു 4 സിലിണ്ടർ മാറിയെങ്കിൽ പോലും 3 സിലിണ്ടർ ആയെങ്കിൽ പോലും അതിൻ്റേതായ യാതൊരു സൗണ്ടും കാര്യങ്ങളും ഉള്ളിലേക്ക് നമുക്ക് കിട്ടുന്നുമില്ല. വളരെ സ്മൂത്ത് റൈഡിങ് ആണ് ഇത്. ഇതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത് നമുക്ക് 25 ആണ്. 25 കിലോമീറ്ററാണ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത്. അത് AMDക്ക് 25 കിട്ടുന്നുണ്ട്. മാനുവലിന് 24.25 ആണ് കിലോമീറ്റർ വാഗ്ദാനം ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വന്നിട്ട്. നമ്മളിപ്പോൾ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഒറ്റ സ്റ്റിയറിങ് ഒരു കൈ കൊണ്ട് തന്നെ നമുക്ക് തിരിക്കാൻ പറ്റും. നൈസായിട്ട് വളരെ ഇതായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം റൈഡിങ് ക്വാളിറ്റി നോക്കുന്നവർക്കും അത്യാവശ്യം സിറ്റി റൈഡിങ്ങിനും എല്ലാം പറ്റുന്ന ഒരു ഫാമിലി കാറായിട്ടും പറ്റും, നമുക്കൊരു സെക്കൻഡ് കാറായിട്ടും അല്ലെങ്കിൽ ഒരു സ്പോർട്ടി വാഹനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ചെറിയ സ്പേസിൽ കൂടെ തന്നെ തിരിച്ചെടുത്തുകൊണ്ടൊക്കെ പോകാൻ പറ്റും. ചെറിയ കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ചാടുമ്പോൾ പോലും അറിയുന്ന പോലുമില്ല. അങ്ങേയറ്റ സ്മൂത്താണ് ഒരു വാഹനം. സ്വിഫ്റ്റിൻ്റേതായ ഒരു പ്രത്യേകത എല്ലാ തവണയും കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വില നോക്കുന്ന ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആണെങ്കിൽ പോലും, ഇപ്പോൾ മാരുതിയുടെ തന്നെ ബലവനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്വിഫ്റ്റ് എപ്പോഴും സ്വിഫ്റ്റ് തന്നെയാണ്. സ്വിഫ്റ്റിൻ്റെ ആരാധകർ സ്വിഫ്റ്റ് തന്നെ എടുക്കത്തുള്ളൂ. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ആരാധകർ ആണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക സ്വിഫ്റ്റിൻ്റെ ആരാധകരുണ്ടെങ്കിൽ. പ്രധാനമായും 9 കളർ വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വേരിയൻസ് പറയുവാണെങ്കിൽ നമുക്ക് 5 വേരിയൻസ് ഉണ്ട്. LXI തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. LXI, VXI ഓപ്ഷനിൽ ZXI പ്ലസ് എന്ന വേരിയൻ്റാണ് വരുന്നത്. അതിനകത്ത് VXI തൊട്ടാണ് നമുക്ക് AMD ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. സുസുക്കി കണക്ട് എന്ന് പറയുന്ന ആപ്പും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നമുക്ക് ഒരുപാട് വണ്ടിയുടെ ഫീച്ചേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവായിട്ട് തന്നിട്ടുള്ളത് റാന്നി പോപ്പുലർ മോട്ടേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വിഫ്റ്റോ അല്ലെങ്കിൽ മറ്റ് മാരുതി വാഹനങ്ങളോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അരുൺ ചേട്ടൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ ആഡ് ചെയ്യാം. ചേട്ടനാണ് നമുക്ക് ഈ ഒരു വാഹനം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ എന്ത് ടെസ്റ്റ് ഡ്രൈവോ ബുക്കിങ്ങോ എന്തുണ്ടെങ്കിലും നിങ്ങൾ അരുൺ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.